ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളെ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നാരംഭിക്കും ആപ്ലിക്കേഷൻ എന്ന കാര്യം പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ UG ആപ്ലിക്കേഷൻ ഇന്ന് 18/5/2024 ശനിയാഴ്ച ആരംഭിക്കാനുള്ള ചെറിയ സാധ്യതയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മൺഡേ തീർച്ചയായിട്ടും UG ആപ്ലിക്കേഷൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള വീഡിയോ ചാനൽ വഴി അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക 4 വർഷ UG കോഴ്സുകളിലേക്കായിരിക്കും. 4 ഇയർ UG കോഴ്സുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും ഡീറ്റെയിൽസുകളും എന്തൊക്കെയെന്ന് നോക്കാം. മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. ഇത് രണ്ടും നിങ്ങളുടെ സ്വന്തം ഉപയോഗത്തിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടേത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഫോട്ടോ മാത്രമാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരാറുള്ളത്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം SSLC 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് കൈവശം വേണം. പിന്നെ +2 സർട്ടിഫിക്കറ്റ് വേണം. ഈ വർഷം ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായ വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ സ്കോർ വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങളുടെ സ്കോർ ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി ബോണസ് പോയിന്റിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ, അതായത് NSS, NCC, SPC തുടങ്ങിയവയിൽ അംഗമായിട്ടുള്ളവർ ആണ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ രേഖകൾ നിങ്ങളുടെ കൈവശം അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി റിസർവേഷൻ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. OBC അതുപോലെ OEC വിഭാഗം വിദ്യാർത്ഥികളുടെ കൈവശം NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി. ഇത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് കോളേജിൽ നൽകേണ്ടി വരിക. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇതും നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി. അഡ്മിഷൻ സമയത്താണ് കോളേജിൽ നൽകേണ്ടി വരിക. NCL സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റിൻ്റെയും കാലാവധി 1 വർഷമാണ്. 1 വർഷത്തിനകം എടുത്തതായിരിക്കണം. കൂടാതെ ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൽ NEET അതുപോലെ തന്നെ JEE എന്നിവയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ആകരുത്. ഇത് കേരള വിദ്യാഭ്യാസ ആവശ്യത്തിന് എടുത്തതായിരിക്കേണ്ടതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കാൻ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ പല കോളേജുകളിലും ഫീ കൺസെഷന് അർഹതയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് കുറയ്ക്കാൻ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ട തുകയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ഇനി അടുത്തതായി 4 ഇയർ UG കോഴ്സുകൾ, 4 വർഷ ഡിഗ്രി കോഴ്സുകൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബിരുദ പഠനത്തിൽ സമ്പൂർണ്ണ പരിഷ്കരണവുമായി കേരളം. വിദേശ രാജ്യങ്ങളിലെ പോലെ 4 വർഷം കൊണ്ട് നേടാം ഓണേഴ്സ് ബിരുദം. 4 വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം 1 വർഷം മാത്രം. PhDക്കായി നേരിട്ട് പ്രവേശനം. 3 വർഷ ബിരുദ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതും തിരഞ്ഞെടുക്കാം. ലോകോത്തര സർവകലാശാലകളിലെ പോലെ അഭിരുചിയും കരിയർ താൽപര്യവും അനുസരിച്ച് ഏവർക്കും പഠനം രൂപകൽപ്പന ചെയ്യാം. AI, റോബോട്ടിക് സയൻസ് എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഡിഗ്രി PG കോഴ്സുകൾ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പഠന വിഷയം നിങ്ങളുടെ കലാലയത്തിൽ ഇല്ലെങ്കിൽ ഓൺലൈനായോ മറ്റു കോളേജുകളിൽ നിന്നോ പഠിക്കാൻ അവസരം. ആദ്യ 2 സെമസ്റ്ററിന് ശേഷം ഡിഗ്രി പഠന വിഷയം തന്നെ മാറ്റാനും സംവിധാനം. നിർബന്ധിത തൊഴിലധിഷ്ഠിത പരിശീലനം, വൊക്കേഷണൽ കോഴ്സുകൾ, കലാലയ പഠനത്തോടൊപ്പം ഓൺലൈൻ കോഴ്സുകൾ. 1 സെമസ്റ്റർ പൂർണ്ണമായും ലോകത്തെ ഏത് സ്ഥാപനത്തിൽ നിന്നും ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം. ക്രെഡിറ്റ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദം. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് ആർജിച്ചാൽ ഡിഗ്രി ബിരുദത്തോടെ പുറത്തുപോകാം. 4ാം വർഷം തുടരുന്ന വിദ്യാർത്ഥികൾ 177 ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം നേടാം. കലാലയത്തിൽ നിന്നോ അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ കോഴ്സ് പൂർത്തിയാക്കി ക്രെഡിറ്റ് ആർജിക്കാം. ഒപ്പം പഠനത്തിനൊപ്പം ജോലിയും. പഠനത്തിനിടയിൽ ബ്രേക്ക് എടുക്കാം. 3 വർഷത്തിനകം തിരിച്ചെത്തി പഠനം തുടരാം. കോളേജോ സർവകലാശാലയോ മാറിയും പഠിക്കാം. പഠനമെന്നാൽ സ്വാതന്ത്ര്യം, ഉയർന്നു പറക്കാൻ അവസരം.